ജീവിതത്തെ നിരന്തരം എതിർക്കുകയും ഒബ്ജക്റ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ മനസ്സമാധാനം നഷ്ടപ്പെടുന്നത് കണ്ടിട്ടുണ്ടാവും. ഈ ഒബ്ജക്റ്റ് ചെയ്യാതെ എതിർക്കാതെ ജീവിക്കാനുള്ള വഴിയാണ് സ്വീകാര്യത എന്നുള്ളത്. സ്വീകാര്യതയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അതിനെക്കുറിച്ച് പറയുന്നത് ഇവിടെ ഇങ്ങനെയാണ്: acceptance opens the way to wisdom, peace and true transformation. സ്വീകാര്യത എന്നത് തെറ്റുകളെ അംഗീകരിക്കലോ നിഷ്ക്രിയമായി ജീവിക്കലോ അല്ല. ജീവിതത്തെയും മനുഷ്യരെയും സാഹചര്യങ്ങളെയും ആദ്യം യാഥാർത്ഥ്യത്തിൽ കാണുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന പക്വമായ മനോഭാവമാണ്. സ്വീകരിക്കുമ്പോഴാണ് വ്യക്തമായ അവബോധം ഉണ്ടാവുന്നത്. അവബോധമാണ് ശരിയായ മാറ്റത്തിനും ഉത്തരവാദിത്തമുള്ള പ്രവർത്തനത്തിനും അടിത്തറ. ഒളിമ്പസ് ദർശനത്തിൽ സ്വീകാര്യത സമാധാനത്തിന്റെയും ആത്മീയ വളർച്ചയുടെയും അനിവാര്യ മൂല്യമാണ്. ഇതാണ് ഇന്നത്തെ വിഷയം. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ ഈ ദിനം, സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. ഇപ്പോ സ്വീകാര്യത എന്ന വിഷയം നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. നമുക്കത് സ്വീകാര്യമാണ്, സ്വീകാര്യമല്ല എന്നുള്ളതൊക്കെ. സ്വീകാര്യതയ്ക്ക് നമ്മൾ എപ്പോഴും പ്രാധാന്യം നൽകുന്നത് നമ്മൾ ഒരു കാര്യം പറയുകയോ മുൻപോട്ട് വയ്ക്കുകയോ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഒരിടത്ത് ചെല്ലുന്ന സമയത്ത് അവിടെയുള്ളവര് നമ്മളെ കാണുമ്പോൾ അവർ നമ്മളെ സ്വീകരിക്കണം എന്നൊരു തോന്നൽ നമുക്കുണ്ട്. നമ്മൾ പറയുന്നത് സ്വീകരിക്കപ്പെടണം എന്നുള്ളതുണ്ട്. അപ്പോ അവിടെ സ്വീകാര്യത എന്നുള്ള ആ മൂല്യം നമുക്ക് പരിചയമുണ്ട്. കാരണം നമ്മൾ ആവശ്യപ്പെടും, നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നതാണ്, സ്വീകരിക്കപ്പെടേണ്ടതാണ്, സ്വീകരിക്കണം എന്നുള്ളത്. തിരിച്ചാകുമ്പോഴാണ് ബുദ്ധിമുട്ട്. മറ്റുള്ളവരെ സ്വീകരിക്കാൻ നമ്മൾ തന്നെ, നമ്മളെ അവർ സ്വീകരിക്കണം എന്ന് പറയുന്നത് പോലെ അവരെ നമ്മളെ സ്വീകരിക്കണം എന്ന് പറയുന്ന ആ ഒരവസ്ഥ, അത് അത്ര സ്വീകാര്യമല്ല നമുക്ക്. അവിടെയാണ് നമ്മുടെ കോൺഫ്ലിക്റ്റ് തുടങ്ങുന്നത് തന്നെ. ശരിക്കും സ്വീകാര്യത എന്ന് പറയുന്നത് എന്താണ്? യാഥാർത്ഥ്യത്തെ ആ ഒറ്റയടിക്കുക എന്ന് വെച്ചാൽ ആദ്യത്തെ ആ ഘട്ടത്തിൽ തന്നെ തിരിച്ചറിയുന്ന മനോഭാവമാണ്. ശരി തെറ്റ് എന്നുള്ള വിവേചനമില്ലാതെ, വലുപ്പച്ചെറുപ്പം എന്നുള്ള വിവേചനമില്ലാതെ, നല്ലത് ചീത്ത എന്നുള്ള വിവേചനമില്ലാതെ എന്താണോ അതിനെ അതേപോലെ എടുക്കുന്ന മനോഭാവമാണ്. അത് എന്തെന്ന് തിരിച്ചറിയുന്ന മനോഭാവമാണ് ഉള്ളത്. അതിലെന്താണോ ഉള്ളത് അത് തന്നെ ആദ്യം തന്നെ അംഗീകരിക്കുന്നു. ആദ്യം തന്നെ ആ ഉള്ളതെന്ത് എന്നുള്ളതിനെ അംഗീകരിക്കുന്നു. അവിടെ നമ്മൾ അതിനെ പ്രതിരോധിക്കുന്നില്ല. നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്നതിനെ നമ്മൾ പ്രതിരോധിക്കുന്നില്ല. പകരം അതെന്ത് എന്ന അവബോധത്തിലേക്ക് പോകുന്നു. സത്യത്തിൽ നമ്മിലൊരു മാറ്റം, അല്ലെങ്കിൽ പ്രകൃതിയിലൊരു മാറ്റം, അല്ലെങ്കിൽ ചുറ്റുപാടിലൊരു മാറ്റം നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ മാറ്റത്തിന്റെ ആദ്യ പടി എന്ന് പറയുന്നത്, നമ്മളിലൊരു മാറ്റം വരണം എന്നുണ്ടെങ്കിൽ അതിന്റെ ആദ്യ പടി എന്ന് പറയുന്നത് സ്വീകാര്യത. മുമ്പിൽ എന്ത് കാണുന്നോ കിട്ടുന്നു അതിനെ സ്വീകരിക്കുക. അത് ശരി തെറ്റെന്ന് വിവേചിക്കുക, അത് സ്വീകരിക്കുക. അതാണ് ആദ്യമേ ചെയ്യേണ്ടത്. അപ്പൊ സ്വീകരിക്കുമ്പോൾ എന്തൊക്കെയോ നഷ്ടമാകുന്നു എന്നുള്ളത് കൊണ്ടാണല്ലോ നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാകാത്തത്. നമ്മൾ ഒന്ന് തോറ്റുപോയി എന്ന് തോന്നും. നമ്മൾ ആ പറഞ്ഞതിനെ, ഒരാൾ പറഞ്ഞതിനെ അല്ലെങ്കിൽ ഒരു സാഹചര്യത്തെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ തോറ്റുപോയി എന്ന് തോന്നും. ഇത് തോൽവി സമ്മതിക്കല്ല സ്വീകാര്യത എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും തെറ്റുകളെ ജഡ്ജ് ചെയ്യുക, അല്ലെങ്കിൽ എന്താ പറയുക, ജസ്റ്റിഫൈ ചെയ്യുകയാണ് എന്നുള്ള ഒരവസ്ഥ. ഏതെങ്കിലും അവിടുത്തെ തെറ്റുകൾ അല്ലെങ്കിൽ നമ്മുടെ തെറ്റുകളെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് സ്വീകരിക്കുന്നത്. അല്ല, ജസ്റ്റിഫൈ ചെയ്യലല്ല. അല്ലെങ്കിലോ ഇനി ഞാൻ കൊള്ളാത്തവനാകുന്നു, നിഷ്ക്രിയനാകുന്നു, അവരെ അംഗീകരിക്കുന്നതിലൂടെ ഞാൻ നിഷ്ക്രിയനാകുന്ന ഒരവസ്ഥയാണ്. അതുമല്ല. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അനീതിക്ക് ഞാൻ പിന്തുണ നൽകുന്നു എന്നുള്ളതാണോ? ഇതുമല്ല. സ്വീകാര്യത ഇതൊന്നുമല്ല. സ്വീകാര്യത എന്ന് പറയുന്നത് യാഥാർത്ഥ്യത്തെ അംഗീകരിക്കലാണ്. യാഥാർത്ഥ്യത്തെ വ്യക്തമായി കാണുക എന്നുള്ളതാണ് സ്വീകാര്യതയുടെ അടിത്തറ. അവിടെ ഒരു റിയാലിറ്റി ഉണ്ടല്ലോ, നമ്മൾ കാണുന്ന കാര്യത്തിൽ ഒരു റിയാലിറ്റി ഉണ്ടല്ലോ, അതിനെ അംഗീകരിക്കാനുള്ള ധൈര്യമാണത്. അതെന്തോ ആയിക്കോട്ടെ, അതിനെ അംഗീകരിക്കാനുള്ള ധൈര്യം. അതിനകത്ത് കൂടെ കടന്നു പോകുമ്പോൾ നമുക്കുണ്ടാവുന്ന വികാരങ്ങളുണ്ടല്ലോ, ഈ വികാരങ്ങളെ തിരിച്ചറിയുന്ന ഒരു ജാഗ്രതയും കൂടെയാണ് ഈ
സ്വീകാര്യത എന്ന് പറയുന്നത്. കാരണം നമ്മൾ സ്വീകരിക്കുന്ന സമയത്ത് നമ്മൾ പലതരം വികാരങ്ങളിലൂടെ കടന്നു പോകും. അത് എന്തെന്ന് തിരിച്ചറിയാനുള്ള ഉണർവ് നമുക്കുണ്ടാകുമ്പോഴാണ് അതിനെ ശരിയായ രീതി സ്വീകരിക്കാൻ കഴിയുക. സത്യത്തിൽ മുന്നിൽ കാണുന്ന സംഭവങ്ങൾ നമ്മിലൂടെ കടന്നു പോവുകയാണെന്ന് നമുക്കറിയാം അല്ലെ. ഒളിമ്പസ് പഠിച്ചവർക്കൊക്കെ അറിയാം അത്. ജീവിതം നമ്മിലൂടെ കടന്നു പോവുകയാണ്. അതിനോട് ഫ്രിക്ഷനോട് കൂടി നിലനിന്ന് കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താ? ജീവിതം മുമ്പോട്ട് പോവില്ല. ജീവിതത്തെ എതിർക്കാത്ത സമീപനമാണ് ഈ സ്വീകാര്യത എന്ന് പറയുന്നത്. ഈ സ്വീകാര്യത എന്നുള്ളത് സത്യത്തിൽ നമ്മുടെ സെൽഫ് ഡെവലപ്മെന്റിന്റെ പാർട്ടാണ്. നമുക്ക് ഒരു കാര്യത്തെ സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ വെൽ എക്വിപ്ഡ് ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ശക്തമായിരിക്കണം. നമുക്ക് ശക്തമായിട്ടുള്ള ഒരു ആത്മവിശ്വാസം, സ്വയം തിരിച്ചറിവുണ്ടായിരിക്കണം. ഇത് അക്സെപ്റ്റൻസ് ഉള്ളവർക്ക് മാത്രമേ ആ സെൽഫ് ഡെവലപ്മെന്റ് എന്നുള്ളത് ചെയ്യാൻ കഴിയുള്ളൂ. നമ്മൾ ഈ ഒരു കാര്യത്തെ സ്വീകരിക്കുന്ന സമയത്ത് നമുക്ക് എന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ, മുന്നിൽ വരുന്ന കാര്യങ്ങളെ അതേപോലെ സ്വീകരിക്കുമ്പോൾ ആ സ്വന്തം എന്താ പറയുക പോസിബിലിറ്റീസ് അവിടെ ഇല്ല, ലിമിറ്റേഷൻസ് ഉണ്ടെന്ന് വെച്ചാൽ അത് അപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇപ്പൊ ഞാൻ ഒരു കാര്യത്തെ സ്വീകരിക്കാൻ എനിക്ക് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ പരിമിതനാണ്, ഞാൻ സമഗ്ര ബോധ്യമില്ലാത്തവനാണ്, ഞാൻ ലോകത്തെ മുഴുവൻ ഉൾക്കൊള്ളാനുള്ള വലിപ്പമില്ലാത്തവനാണെന്ന് തന്നെയാണ് അർത്ഥം. നമ്മുടെ മുന്നിലൂടെ വരുന്ന എന്ത് കാര്യവും അത് സ്വീകരിക്കാൻ നമുക്ക് കഴിയാതെ വന്നാൽ നമ്മൾ ചിലപ്പോ ആ ഒരു കാര്യത്തിൽ നമുക്ക് പാളിച്ചു വന്നു എന്നായിരിക്കും അർത്ഥം. അവിടെ സ്വീകാര്യത ഉള്ളവൻ തെറ്റുകൾ തിരുത്താനുള്ള സന്നദ്ധതയുള്ളവനായിരിക്കും. എങ്കിലേ അവൻ സ്വീകാരനാകാൻ പറ്റും. തനിക്ക് ഒരു അബദ്ധമുണ്ട്, തനിക്ക് ഒരു ന്യൂനത ഉണ്ടെങ്കിൽ ആ ന്യൂനത തിരുത്താനുള്ള ഒരു സന്നദ്ധത ഉണ്ടെങ്കിൽ മാത്രമേ സ്വീകരിക്കാൻ കഴിയുള്ളൂ. അവിടെ എന്താണ് അവസ്ഥ, എന്താണ് ഇതിന്റെ മൊത്തം കാര്യങ്ങൾ എന്നുള്ളത് പഠിക്കാനുള്ള തുറന്ന മനസ്സുണ്ടാവുക. അങ്ങനെയുള്ളവർക്കാണ് സെൽഫ് ഡെവലപ്മെന്റ് എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടാവുക. സ്വീകാര്യത എന്നുള്ളത് ഇപ്പോ വ്യക്തിബന്ധങ്ങളിലാണെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ചില അവസ്ഥകളുണ്ടല്ലേ. നമ്മളിൽ നിന്ന് വ്യത്യസ്തരാണ് മറ്റുള്ളവർ. ആ വ്യത്യസ്തതയെ അംഗീകരിക്കലാണ് സ്വീകാര്യത എന്നുള്ളത്. അപ്പൊ നമ്മൾ നമ്മുടെ ഇണയോടൊപ്പം ജീവിക്കുന്നു, അല്ലെങ്കിൽ പുതിയ കൊളീഗിനൊപ്പം വർക്ക് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഈ വ്യത്യസ്തത അംഗീകരിക്കലാണ്. അവരെ നമ്മുടെ ഒരു ഇഷ്ടത്തിന് പകരം ഇഷ്ടത്തിന് നിയന്ത്രിക്കുന്നു എന്നുള്ളത് ഒരവസ്ഥ ഉണ്ടാവും. ചിലപ്പോ പലപ്പോഴും അങ്ങനെയുണ്ട്. ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവമുള്ള ആളുകൾക്ക് മറ്റുള്ള നമ്മുടെ അടുത്തെത്തുന്ന ആളുകളെ കൺട്രോൾ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടാവും. അതിന് വരെ സ്വീകാര്യത ഉള്ളവർക്ക് എന്താണ്? സ്വീകാര്യത ഉള്ളവർ അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക, അവരെ കൺട്രോൾ ചെയ്യാല്ല, അവരങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഈ സ്വീകാര്യത ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ സ്വീകാര്യത കൊണ്ടുവരാൻ നമുക്ക് ബഹുമാനം ഉണ്ടാവും. ബഹുമാനം എന്നുള്ളൊരവസ്ഥ നമ്മിൽ ഡെവലപ്പ് ചെയ്യുന്നതിന്റെ ഒരു പ്രധാന കാരണം, ബഹുമാനം എന്ന് വെച്ചാൽ അവർ നമ്മളെ ബഹുമാനത്തോടെ കാണണമെങ്കിൽ ആ ബഹുമാനം നമ്മിൽ ഡെവലപ്പ് ചെയ്യണമെങ്കിലുള്ള ഒരു പ്രധാന ഗുണം എന്ന് പറയുന്നതും ഈ സ്വീകാര്യതയാണ്. അവിടെ ആ സ്വീകാര്യത ഉണ്ടെങ്കിലാണ് വിശ്വാസം എന്നുള്ളത് അവർക്ക് നമ്മിൽ ഉണ്ടാവുക. അപ്പോഴാണ് സഹവർത്തിത്വം ഉണ്ടാവുക. മനസ്സിലായല്ലോ? ഈ സുതാര്യ മൂല്യങ്ങൾ എന്നതിനെ വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായല്ലോ? ഇത് ബേസിക്കലി സഹവർത്തിത്വത്തിലേക്കാണ് നമ്മളെ എത്തിക്കുക. പ്രകൃതിയിലെ ആ എല്ലാ ഘടകങ്ങളും ആ പരസ്പരാനന്ദ ജാലികയിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ ഈ സഹവർത്തിത്വം ഉണ്ടാവണം. അപ്പൊ സഹവർത്തിത്വത്തിന്റെ അടിസ്ഥാനമാണ് ഈ സുതാര്യ മൂല്യങ്ങൾ എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ സ്വീകാര്യത എന്നുണ്ടെങ്കിൽ നമ്മൾ ആ സഹവർത്തിത്വത്തിലൂടെ പ്രകൃതിയുടെ ധർമ്മത്തെ ആദരിക്കുകയാണ് ചെയ്യുന്നത്. പ്രകൃതി നൽകുന്ന മാറ്റങ്ങൾ, നമ്മുടെ ഉള്ള വർത്തമാന സ്ഥിതി ഇങ്ങനെയൊക്കെയാണ്, അതിൽ നിന്നും ഇന്ന മാറ്റങ്ങളാണ് എന്നുള്ളതാണല്ലോ ആ ഒരു പുതിയ സംഭവം വഴി പ്രകൃതി നമ്മിലേക്ക് തന്നത്. ആ മാറ്റത്തെ ഉൾക്കൊള്ളുകയാണ് നമ്മൾ ചെയ്യുന്നത്. അവിടെ അതുമായി ചേർന്ന് ഇപ്പൊ എന്റെ മുന്നിൽ എത്തുന്ന സാഹചര്യം, വ്യക്തി, വസ്തു, അങ്ങനെ എന്തോ ആയിക്കോട്ടെ, അതിനോടുള്ള സഹജീവിതത്തെ സ്വീകരിക്കാനുള്ള ഒരു ബോധം കൂടെയാണ് ഈ സ്വീകാര്യത എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഒഴുക്കിനൊപ്പം ജീവിക്കാനുള്ള ആ സമീപനം. ഒഴുക്കിനൊപ്പം ജീവിക്കുമ്പോഴാണ് ജീവിതമാവുക. അപ്പോ ഒളിമ്പസ് ഇതില് ആ സ്വീകാര്യതയെ കാണുന്നത് യാഥാർത്ഥ്യത്തിന്റെ ഒരു പ്രകടനമായിട്ടാണ്. യാഥാർത്ഥ്യത്തിന്റെ പ്രകടനം എന്ന് പറയുമ്പോൾ ആ സ്വീകാര്യത എന്നുള്ളത് മുന്നിലുള്ള സംഭവത്തെ നമ്മിലേക്ക് എടുക്കുന്ന സമയത്ത് ആ യാഥാർത്ഥ്യത്തെ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന ഒരവസ്ഥയാണ്.
അതിന്റെ ധർമ്മത്തെ, യാഥാർത്ഥ്യം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണോ യഥാർത്ഥത്തിലുള്ളത് അതിന്റെ ധർമ്മത്തെ പൂർണ്ണമായിട്ടും എടുക്കുന്നു എന്നുള്ളതാണ്. അവിടെ നിന്നാണ് നമുക്ക് അവബോധം എന്നുള്ളത് തുടങ്ങുന്നത്. ആ സ്വീകരിക്കലിലൂടെയാണ്. ഈ അവബോധമാണ് ശരിയായ പ്രവർത്തനത്തിന് കാരണമാകുന്നത്. അപ്പോൾ പ്രതിരോധം ഉണ്ടാവില്ല, സംഘർഷം ഉണ്ടാവില്ല. ഈ പ്രതിരോധം ഉണ്ടെങ്കിൽ അപ്പൊ സ്വാഭാവികമായിട്ടും സംഘർഷം ഉണ്ടാവും. ഈ സംഘർഷം ഉണ്ടാക്കാതെ അവബോധം എന്നുള്ളത് ശരിയായ കോറിലേഷനിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. അപ്പോൾ സമാധാനം ഉണ്ടാവും, സഹവർത്തിത്വം ഉണ്ടാവും. അപ്പോൾ ഇതിന്റെ ഒരു പരിവർത്തന പഥം എന്ന് പറയുന്നത് നമ്മൾ എതിർക്കുക എന്നുള്ളൊരവസ്ഥ നമുക്കുണ്ടല്ലോ. എന്ത് കണ്ടാലും എതിർക്കുക എന്നുള്ള, കൗണ്ടർ ചെയ്യുന്നൊരവസ്ഥ ഉണ്ടല്ലോ. അതിൽ നിന്നും അംഗീകാരത്തിലേക്ക് പോവുക എന്നുള്ളത് ആദ്യത്തെ സ്റ്റെപ്പ്. അംഗീകാരത്തിൽ നിന്നും അവബോധത്തിലേക്ക് എത്തുന്നു. അവബോധത്തിൽ നിന്നും റെസ്പോൺസിബിലിറ്റിയിലേക്ക് നമ്മൾ എത്തുന്നു. റെസ്പോൺസിബിലിറ്റിയിൽ നിന്നും പ്രവർത്തനത്തിലേക്ക് എത്തുന്നു. പ്രവർത്തനത്തിൽ നിന്നും ജീവിത വിജയത്തിലേക്ക് എത്തുന്നു. നോക്കൂ, ഈ സ്വീകാര്യതയെ കുറിച്ച് പറഞ്ഞപ്പോൾ മാത്രമല്ല, മിക്കവാറും ഏതാണ്ട് എല്ലാ സുതാര്യ മൂല്യങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോഴും ഈ ഒരു പ്രവർത്തന പഥത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഏതാണ്ട് ഏറെക്കുറെ ഇതുപോലെ പ്രവർത്തന പഥത്തിലൂടെ കടന്നു പോകുന്നത്. അതായത് ഈ തരം മൂല്യങ്ങൾ, നമ്മൾ ഈ ഓരോ പേരിട്ട് വിളിക്കുന്ന മൂല്യങ്ങളെല്ലാം തന്നെ യഥാർത്ഥത്തിൽ ഒരേ പർപ്പസ് ആണ് ചെയ്യുന്നത്, ഒരേ കാര്യമാണ് ചെയ്യുന്നത്. അത് ഓരോ രൂപത്തിൽ ചെയ്യുന്നു എന്ന് മാത്രം. ചെറിയ 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 വ്യത്യാസങ്ങളെ അവയ്ക്കുള്ളൂ. അപ്പൊ നമ്മളും പ്രകൃതിയും തമ്മിൽ, നമ്മളും പരിസരവും തമ്മിൽ, നമ്മളും ജീവിതവും തമ്മിൽ, നമ്മളും സഹജീവികളും തമ്മിൽ, നമ്മളും കുടുംബവും തമ്മിൽ, നമ്മളും നമ്മുടെ ഇണയും തമ്മിൽ, മാതാപിതാക്കളും തമ്മിലുള്ള ആ ഒരു ബന്ധത്തെ കൃത്യമായി നിലനിർത്താനാണ് ഈ സുതാര്യ മൂല്യങ്ങൾ ഉപയോഗിക്കുന്നത്. അതിൽ ഇന്ന് നമ്മൾ പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞത് സ്വീകാര്യതയെ കുറിച്ചാണ്. സ്വീകാര്യത നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.